ടോർച്ച് ജിഞ്ചർ ഉണ്ട്, നല്ല പൂവ്. ടോർച്ച് ജിഞ്ചർ എന്നാ ഒരു കോമൺ നെയിം. കർപ്പൂരം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കത്തിക്കുന്ന കർപ്പൂരം എന്ന് പറയുന്നത് ഇതിന്റെ തടിയിൽ നിന്ന് എടുക്കുന്നതാണ്. ഇത് ഞാൻ ജനിച്ചത് ഇവിടെ അടുത്തുള്ള ഒരു സ്ഥലത്ത്, നെല്ലിക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ശരിക്കും തിരുമേനിക്ക് ഇപ്പൊ നമുക്ക് പുതിയ തലമുറയോട് എന്താ പറയാനുള്ളത്? തീർച്ചയായിട്ടും വലിയ സന്തോഷമുണ്ട് ഈ ഒരു അദ്ദേഹത്തിന്റെ മുമ്പിലൂടെ നിൽക്കാൻ, ഇങ്ങനെ ഒരു ആദരവ് കൊടുക്കാനുള്ളൊരു ഭാഗ്യം കിട്ടിയതിന്. ജോബിനെ, നമ്മളിപ്പോ എവിടാ നിൽക്കുന്നത്? സന്തോഷേട്ടാ, നമ്മള് പമ്പാ നദിയുടെ തീരത്ത് പ്രകൃതി ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട കുറിയാക്കോസ് മാർ ക്ലീമീസ് തിരുമേനിയുടെ സമഷ്ടി ഓർത്തഡോക്സ് സെന്ററിലാണ് നിൽക്കുന്നത്. നമുക്ക് തിരുമേനി ഒന്ന് കാണാം. നമസ്കാരം തിരുമേനി. നമസ്കാരം. ശരിക്കും 90 വയസ്സിലേക്ക് എത്തുകയാണ്. ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ ഈ മണ്ണിനെയും വെള്ളത്തിനെയും അതുപോലെ പ്രകൃതിയെ സംരക്ഷിക്കാനായിട്ട് ഒരു പ്രാവശ്യം ഞാനിവിടെ ജോബിന്റെ കൂടെ വന്നപ്പം രാത്രി ഒരു 8:30-9 മണിയായി. ഈ 9 മണിക്ക് പോലും ഇദ്ദേഹം ഈ മരങ്ങൾ എന്നെ കൊണ്ട് നടന്ന് ഇവിടെ എല്ലാം കൊണ്ട് കാണിച്ചു. ഏകദേശം ഒരു 10-11 മണി വരെ ഈ മരങ്ങളെ എന്ന് പറഞ്ഞാൽ എല്ലാം പരിചയപ്പെടുത്തി. അത്ര മരത്തിനെ സ്നേഹിക്കുന്ന ഒരാളാണ്. നമ്മുടെ ശിലാമ്യൂസിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ ഈ മരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട വന്നത്. തിരുമേനി ഇപ്പൊ 90 വയസ്സാവുക. ശരിക്കും തിരുമേനിയുടെ തുടക്കം തൊട്ട് ഇവിടം വരെ എന്തൊക്കെയാണെന്നുള്ളത് പറയാമോ? ഇവിടുത്തെ തുടക്കം? തിരുമേനിയുടെ തുടക്കം തൊട്ട് ചെറുതായിട്ട്. ഞാൻ ജനിച്ചത് ഇവിടെ അടുത്തുള്ള ഒരു സ്ഥലത്ത്, നെല്ലിക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. എൻ്റെ അപ്പനും അമ്മയും വളരെ കൃഷി താല്പര്യമുള്ളവരായിരുന്നു. അവരുടെ കൃഷി കൊണ്ടാണ് ഞങ്ങൾ ജീവിച്ചത് മുഴുവൻ, പഠിച്ചതും എല്ലാ വസ്തുക്കളും ഉണ്ടായിരുന്നു. ഒന്നിനും മുട്ടില്ലായിരുന്നു. നാളികേരം മുതൽ നെല്ല്, ചാമ, അരി, പയറ്, സകല വിഭവങ്ങളും നമുക്കുണ്ടായിരുന്നു. കോഴി, താറാവും, പശുവും, ആടും എല്ലാം ഉള്ള ഒരു കുടുംബ പശ്ചാത്തലം അതെൻ്റെ മനസ്സിൽ അന്ന് മുതലുണ്ട്. പിന്നെ ഞാൻ മെത്രാച്ചനായി പോയത് വയനാട്ടിലാണ്. അവിടെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. 18 വർഷം ഫാൻ ഇടാതെ ജീവിച്ച ഒരു സ്ഥലമാണ് വയനാട്. 18 വർഷം ഞാൻ 18 വർഷം ഉള്ളായിരുന്നു. നല്ല കാലാവസ്ഥ, AC കണ്ടീഷൻ. അതൊരു വലിയ അനുഭവമായിരുന്നു. പിന്നെ വയനാടിൻ്റെ സൗന്ദര്യം, മണ്ണിൻ്റെ ഫലപുഷ്ടി, അതെല്ലാം എനിക്ക് ഒത്തിരി പ്രചോദനമാണ്. ഇവിടെ വന്നപ്പോൾ ഞാനിവിടെ പത്തനംതിട്ട താമസിച്ചിട്ട് 65 വർഷമായി. 65 വർഷം ഇവിടെ ഉണ്ട് പത്തനംതിട്ട. അന്ന് ഇവിടുത്തെ ചുമതല എടുത്തു വന്നതിൻ്റെ പിറ്റേ മാസം, അതായത് 2009 ഞാൻ വന്നു. 2010 ഫെബ്രുവരി 2-ാം തീയതി വാങ്ങിച്ചതായി സ്ഥലം. അതിനോടാകുന്നതിന് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു. ഇവിടെ എൻ്റെ ഒരു സ്നേഹിതൻ എബ്രഹാം എന്ന് പറഞ്ഞ ആൾ കാണിച്ചു. ഞാൻ വിടുത്തുകാരാണെന്ന് എനിക്കറിയാം. പമ്പയുടെ തീരം, മാരാമണ്ണിൻ്റെ പ്രശസ്തി, എല്ലാം ആറന്മുളയുടെ പ്രശസ്തി, ഇതെല്ലാം വെച്ച് ഈ സ്ഥലം ഒത്തിരി എന്നെ ആകർഷിച്ചു. പമ്പാ നദി. സ്ഥലത്തിന്റെ പേരെന്താണ്? സമഷ്ടി എന്ന് പറയാൻ കാരണം ഒരു സംസ്കൃത അധ്യാപകനായ ഒരു അച്ഛൻ എന്നോട് പറഞ്ഞു, ഇതിൻ്റെ പേര് ചോദിച്ചപ്പം അച്ഛൻ പെട്ടെന്ന് പറഞ്ഞു സമഷ്ടി എന്നിടാമെന്ന് പറഞ്ഞു. അർത്ഥം എനിക്കറിയത്തില്ലായിരുന്നു. അച്ഛൻ അർത്ഥം പറഞ്ഞു തന്നു. ഇഷ്ടത്തോടുകൂടി എല്ലാത്തിനെയും കാണുക, മനുഷ്യനെയും മൃഗങ്ങളെയും ജന്തുക്കളെയും എല്ലാ പ്രകൃതിയെ മുഴുവൻ ഇഷ്ടത്തോടുകൂടി കാണുക, മരങ്ങളെയും മനുഷ്യരെയും എല്ലാം. അതാണ് ഈ സമഷ്ടി എന്ന് പേര് വരാൻ കാര്യം. ശരിക്കും തിരുമേനി വരുന്ന സമയത്ത് ഇവിടെ ഇത്രയും മരങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഇല്ല, വൻമരങ്ങളൊക്കെ ഉള്ള. പിന്നെ ഞാൻ വെച്ചത് കുറേ ഉണ്ട്. ഇവിടെ ശരിക്കും ഔഷധങ്ങളുടെ ഒരു വലിയ കോട്ട തന്നെയാണ്. ഒരു 300-500 ഔഷധ സസ്യങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അത് ഇവിടെ തുടങ്ങിയത് എൻ്റെ ഒരു വിദ്യാർത്ഥിയായ ഒരു ഫേമസ് സയന്റിസ്റ്റ് ഉണ്ട്, മാത്യു ഡാൻ. പാലോട് ബൊട്ടാണിക്കൽ ഗാർഡനിലെ സീനിയർ സയന്റിസ്റ്റ് ആയിരുന്നു. ഇപ്പോൾ റിട്ടയർ ചെയ്തു. അദ്ദേഹമാണ് ഇതിന് തുടക്കം എനിക്ക് തന്നത്, ആശയം കൂടി തന്നത്. വേദപുസ്തകത്തിലെ സസ്യങ്ങളെക്കുറിച്ച് അദ്ദേഹം ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്, ലെബാനോനിലെ ദേവദാരു. അത് ഞാൻ പഠിപ്പിച്ച വിദ്യാർത്ഥിയാണ്. അപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായി. അദ്ദേഹത്തെ കൊണ്ട് ഞാനിവിടെ ആ മെഡിസിൻ ഗാർഡൻ ഉദ്ഘാടനം ചെയ്യിച്ചു. അന്ന് പിന്നെ ഒത്തിരി, പക്ഷേ 2018 വെള്ളത്തിൽ ഒത്തിരി നഷ്ടപ്പെട്ടു പോയി. എല്ലാം പേരെഴുതി ഇവിടെ വെച്ചു. അതിൻ്റെ പ്രധാന ഉപയോഗങ്ങളും ഔഷധ ഗുണങ്ങളും എല്ലാം എഴുതി. അതിന് സഹായിച്ചത് പത്തനംതിട്ട ബോട്ടണി ഡിപ്പാർട്ട്മെൻറ്റിലെ പ്രധാനമായിട്ടും അതിൻ്റെ ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ് ഡോക്ടർ ബിനോയ്, പിന്നെ ഡോക്ടർ VP തോമസ്. അദ്ദേഹം ടാക്സോണമിസ്റ്റാണ്. അതുകൊണ്ട് എല്ലാ സസ്യങ്ങളിലും പേരെഴുതി സൂക്ഷിച്ചു. അങ്ങനെയാണ് സൂക്ഷിച്ചു. പക്ഷേ കുറെ നഷ്ടപ്പെട്ടെങ്കിലും വീണ്ടും അത് ഇപ്പോഴും തിരുമേനി എവിടെ പോയാലും ഒരു ചെടിയെങ്കിലും കൊണ്ടുവരാതിരിക്കത്തില്ല. കാരണം നഷ്ടപ്പെട്ടതിനെ വീണ്ടും തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ഞാൻ ചെയ്യുന്നുണ്ട്. എവിടെ പള്ളിയിൽ പോയാലോ വീടുകളിൽ പോയാലോ ചെടി അല്ലെങ്കിൽ വാങ്ങിക്കും. അങ്ങനെ ആണിത് ആരംഭിച്ചത്. അത്യാവശ്യം ഈ ഒരു 90 വയസ്സിലും അദ്ദേഹം ഒരു ചെടി കണ്ടാൽ കൃത്യമായിട്ട് പറയും. അതിന്റെ ഗുണങ്ങളും പറയും, അതിന്റെ ബൊട്ടാണിക്കൽ നെയിമും പറയും, എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് പറയുകയും ചെയ്യും. ഇപ്പോഴായാൽ പോലും
ഇനി എത്ര ചെടി വെക്കാനും തയ്യാറാണ്. കാരണം ഇപ്പൊ വന്നപ്പോഴും എന്നോട് ചോദിക്കുന്നത് കുറച്ച് ചെടികൾ വേണം, അടുത്ത ഇതെങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്നുള്ളതാണ് പുള്ളി അദ്ദേഹം ഇപ്പോഴും ചോദിക്കുന്നത്. പിന്നെ പ്രധാനപ്പെട്ട മരങ്ങൾ ഇവിടെ ആദായം കിട്ടുന്ന ജാതി മരമാണ്. പിന്നെ മാംഗൂസ്റ്റിനൊക്കെ ഞാൻ വെച്ച ആദായമായി, റംബുട്ടാൻ ആദായമായി. പിന്നെ വലിയ വൻവൃക്ഷങ്ങൾ പ്ലാവ് ഇഷ്ടം പോലെ ഉണ്ട്, ഇഷ്ടം പോലെ ചക്ക, കരിക്കച്ചക്ക ഉണ്ട്, അല്ലാത്തതുണ്ട്, എല്ലാം ഉണ്ട്. ആഞ്ഞിലിയാന്ന് ഇവിടെ നിറച്ച ആഞ്ഞിലിയാണ്. വിദേശത്ത് നോക്കുന്നത് അത്ര കിട്ടുമല്ലോ, അതുണ്ടാക്കുന്ന മരമായി. പക്ഷെ ഇത് പ്രകൃതിയിൽ നിന്ന് നമുക്കിപ്പോൾ കിട്ടത്തില്ല. നാച്ചുറൽ ഒരു ആർട്ടിഫിഷ്യൽ ഇഞ്ചക്ഷൻ വേണം. ഒരു ഫംഗസ് ഇഞ്ചക്ഷൻ ഉണ്ടെങ്കിൽ ഇത് പ്രവർത്തിക്കുന്ന കാതൽ മണം ഉണ്ടാകത്തുള്ളൂ. ലോകത്തിൽ തന്നെ ഏറ്റവും വില കൂടിയ മരം എന്നറിയപ്പെടുന്ന ഒരു മരമാണ് ഊത്. ഇതിന് ഒത്തിരി പ്രത്യേകതയുണ്ട്. കാരണം അറബി രാജ്യങ്ങളിൽ ഏറ്റവും വിലയുള്ള ഒരു മരമാണ്. ഇതിന് തടിക്കായാലും ഇത് വാറ്റിയെടുക്കുന്ന തൈലത്തിനും ഒക്കെ വളരെ വില കൂടുതലാണ്. ഇപ്പൊ കേരളത്തിൽ പല സ്ഥലത്തും ഇത് വെച്ചു തുടങ്ങുന്നുണ്ട്. കുന്തിരിക്കമുണ്ട്. കുന്തിരിക്കം, കർപ്പൂരം, ഈ പഴങ്ങളിലെ റാണി എന്നറിയപ്പെടുന്ന പഴമാണ് കർപ്പൂരം. അതിന്റെ ഇല ഒന്ന് ഞെരടി നോക്കിയാൽ മണമുണ്ട്. ഈ നിൽക്കുന്ന മരമാണ് കർപ്പൂരം. കർപ്പൂരം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കത്തിക്കുന്ന കർപ്പൂരം എന്ന് പറയുന്നത് ഇതിന്റെ തടിയിൽ നിന്ന് എടുക്കുന്നതാണ്. ഇത് ഞെരടി മണപ്പിച്ചാലേ ഒരു മണമുണ്ട്. നല്ല കർപ്പൂരത്തിന്റെ മണമാണ്. ഇതാ കുന്തിരിക്ക മരം. പക്ഷെ അത് വനത്തിലെ ഒരു കുന്തിരിക്കം, യഥാർത്ഥ കുന്തിരിക്കമല്ല. ഇതാണ് കുന്തിരിക്ക മരം. മസ്കറ്റ് സലാലായി നോക്കിയാൽ കിട്ടത്തുള്ളൂ. നല്ലത്. ഇതിനകത്ത് കായ ഉണ്ടാകും, നീറ് കാണും. ഇതാണ് മക്കൊട്ടദേവ എന്ന് പറഞ്ഞ പഴം. ഷുഗറിന്, യൂറിക് ആസിഡ്, അതുപോലെ തന്നെ കൊളസ്ട്രോൾ, ഇങ്ങനെയുള്ള സാധനത്തിനൊക്കെ ഇതിന്റെ പഴം കൃത്യമായിട്ട് എടുത്ത് അരിഞ്ഞ് അതിനെ മറ്റേ ഈ വെയില് കൂടുതലായിട്ട് കൊള്ളിക്കാതുള്ള രീതി ഉണക്കിയെടുത്താൽ വളരെ ഗുണം ഉള്ള ഒരു മരമാണ്. 5 അടി ഹൈറ്റിലായിരുന്നു വെള്ളം നിന്നത് ഇവിടെ. മൊത്തം ഫുള്ളിങ്ങനെ തന്നെ. അതുകൊണ്ടാ ഒത്തിരി നഷ്ടം വന്നു. പമ്പാ നദി അവിടെ അവിടുന്ന് ഈ 2018 വെള്ളപ്പൊക്കം എന്ന് പറയുന്നത് ഏകദേശം ഇത്രയും ഹൈറ്റിലാണ് വെള്ളം. കുറച്ചു ദിവസം നിന്നല്ലയോ അങ്ങനെ? 3 ദിവസം. 3 ദിവസം അങ്ങനെ തന്നെ നിന്ന്. പിന്നെ അതിന്റെ അനന്തര അപകടം നന്നാക്കാൻ വേണ്ടിയിട്ട് ചാപ്പൽ മാത്രം നന്നാക്കാൻ 5 ലക്ഷം രൂപയായി ചെലവായി. ചള്ള മുഴുവൻ അരയടി ചള്ളയായിരുന്നു. സാധനങ്ങൾ ഒത്തിരി നഷ്ടപ്പെട്ടു. കെട്ടിടം അതുപോലെ. പശുക്കളെല്ലാം ഞാൻ രക്ഷിച്ചു. അതിന്റെ കെട്ടിടത്തിന് മണ്ടേ കയറ്റി, മുകളിൽ കയറ്റി. കോഴിയെല്ലാം ചത്തുപോയി. താറാവ് പൊങ്ങിപ്പോയി, നീന്തിപ്പോയി. അങ്ങനെ വലിയ നഷ്ടം ഉണ്ടായി. പിന്നെ ടോർച്ച് ജിഞ്ചറുണ്ട്, നല്ല പൂവ്. ഇതിന്റെ പേരെന്തുവായിരുന്നു? ടോർച്ച് ജിഞ്ചർ എന്നാ ഒരു കോമൺ നെയിം. ഇത് ശരിക്കും കുറെ പൂക്കൾ ഉണ്ടാവും. ഇത് ഒത്തിരി ഡെക്കറേഷനും പിന്നെ സാലഡിന് ഉപയോഗിക്കുമെന്നാ കേട്ടിട്ടുള്ളത്. ഉപയോഗിച്ചില്ല. പിന്നെ മരുന്ന് ചെടിയില് ഒരു ചിറ്റരത്ത എന്ന് പറയുന്ന സാധനം. അത് ചിറ്റരത്ത കണ്ടത്. ചിറ്റരത്ത നോനി വൃക്ഷം. നോനി പഴം കാണിച്ചോ. ഇത് നോനിപ്പഴം അവിടെ ഉണ്ട്. നോനി പിന്നെന്തുവാ, ഇതൊക്കെ വാദത്തിനുള്ളതാണ്. വാദം കൊല്ലി. പിന്നെ വെറ്റിലയുണ്ട്. വെറ്റില ഇത് ഈ കോഴിമുഞ്ഞ എന്ന് പറയുന്ന സാധനമാണ്. അത് മുഞ്ഞ. ഇത് നമ്മുടെ പേൻ ദശമൂലത്തിലുള്ള ഒരു. ഇത് തലയിൽ തേച്ച് കഴിഞ്ഞാൽ ഇത് പുതിയ ഒരു വെജിറ്റബിളാണ്. ചായമൻസ. ഇപ്പൊ നമ്മുടെ വീഡിയോ ഇത് ഭയങ്കരമായിട്ട് ഓടുന്നുണ്ട്. ഇത് നമ്മള് അരിഞ്ഞു കഴിക്കുന്ന, തോരൻ വെച്ച് കഴിക്കുന്ന ഒരു വീഡിയോ. ഇത് പനച്ചി. നമ്മുടെ ചെണ്ട ഒട്ടിക്കത്തില്ലയോ, ഇതിന്റെ പശ കൊണ്ടാ ഒട്ടിക്കുന്നത്. വായലുള്ളതുകൊണ്ട് അത്ര ക്ലിയർ അല്ല. ഈ മഴ പെയ്തപ്പം വായിൽ വന്നതാ. ഇവിടെ വരെ ചാടി അങ്ങ് വെഞ്ചേരെ വന്നു മഴ പെയ്തപ്പോൾ. ഇതിന്റെ ഇടയ്ക്ക് കൂടെ സശേട്ടാ, നമ്മുടെ പമ്പാ നദിയുടെ തീരത്താണ് ഇവിടെ ഇരിക്കുന്നത്. പമ്പാ നദിയുടെ തീരത്താണ് ഈ സമഷ്ടി ഓർത്തഡോക്സ് സെന്റർ സ്ഥിതി ചെയ്യുന്നത്. ഇതിന്റെ മറുകരയിലാണ് നമ്മുടെ ലോക പ്രസിദ്ധമായ ആറന്മുള ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രം വരുന്നത്. കണ്ണാടിയെ കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. അതെ. ഈ ഒരു പടവിന് എന്തോ പ്രത്യേകത ഉണ്ടല്ലോ. ഇതിന് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ മാർത്തോമാ സഭയിലെ ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം തിരുമേനി, ഞാനിത് വാങ്ങിച്ചത് മുതൽ ഇവിടെ വരുമായിരുന്നു എന്നോട് കാണാനൊക്കെ. പക്ഷെ ചാപ്പൽ പണിതത് 2015. അപ്പോൾ തിരുമേനി ഇതിന് കല്ലിട്ടത് മുതൽ
ഇവിടെ വരുമായിരുന്നു. പണി ഒരു പകുതി ആയപ്പോൾ ഒരു ദിവസം ഇവിടെ വന്നു. അപ്പോൾ ഇതുപോലെ ഇരിക്കാനൊരു സൗകര്യം ഞാൻ പെട്ടെന്ന് കസേര കൊണ്ട് കൊടുത്തു. അപ്പോൾ കസേരയിൽ ഇരുന്നുകൊണ്ട് പറഞ്ഞു എനിക്കിവിടെ ഒരു ബെഞ്ച് ഉണ്ടാക്കി തരണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ചെയ്തു തരാം. ഈ പുരയിടത്തിൽ തന്നെ ഉണ്ടായിരുന്ന കല്ല് കീറി കൈപ്പട, ഈ ബെഞ്ച്, അങ്ങനെ ഒത്തിരി സാധനങ്ങൾ പള്ളിക്ക് ഉപയോഗിക്കാനായിട്ട് ഉപയോഗിച്ച കൂട്ടത്തിൽ ഒരു ബെഞ്ചും പണിതു. അദ്ദേഹം വന്ന് ഇവിടെ ഇത് കൂതാശ സമയത്ത് ഇവിടെ വന്നത് സംബന്ധിച്ചതിന് ശേഷം ഇവിടെ ഇരുന്ന് ഞാൻ പറഞ്ഞു ബെഞ്ച് ഉണ്ടാക്കിയിട്ടുണ്ട്, വളരെ സന്തോഷം എന്ന് പറഞ്ഞു. പുള്ളിയെ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരാളാണ്. കാരണം അങ്ങനെ ഈ സ്ഥാപനമായിട്ട് ഒത്തിരി ബന്ധമുണ്ട്. വലിയ സംഭാവന എനിക്ക് തന്നു പള്ളി പണിക്ക്, വലിയ സംഭാവന. പിന്നെ തിരുമേനിക്ക് ആടിനെയും കോഴിയെയും ഒത്തിരി സാധനത്തിന് തന്നു. പിന്നെ എന്നോട് ചോദിച്ച് കൊണ്ടുപോയി അവിടെ വളർത്തി കഴിഞ്ഞ് അവസാനം വെള്ളം പൊങ്ങിയപ്പോൾ അതെല്ലാം ഓരോരുത്തർ കൊണ്ടുപോയി, ബാക്കി ഉണ്ടായിരുന്നത് എനിക്ക് തരികയും ചെയ്തു. സച്ചിട്ടാ അത് മാത്രമല്ല, ഇവര് അടുത്ത സുഹൃത്തുക്കളായിരുന്നു അല്ലേ? വൈകുന്നേരങ്ങളിൽ വന്ന ഈ കൽപ്പടവിൽ ഇരുന്നായിരുന്നു കുശലം പറയുന്നതും ഒരു സംസാരങ്ങളും ഇതിനെ കയറി. ശരിക്കും തിരുമേനി ഇരുന്ന ഒരു ഇരിപ്പിടമാണ്. നമ്മുടെ ഒരു മഹാഭാഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മർത്തോമ സഭയിലെ വലിയ തിരുമേനിയാണ് ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം തിരുമേനി. അതുപോലെ ഓർത്തഡോക്സ് സഭയിലെ ഇന്നത്തെ സ്ഥാനം കിട്ടിയ വലിയ തിരുമേനിയാണ് കുറിയാക്കോസ് മാർ ക്ലീമീസ് വലിയ മെത്രാപ്പോലിത്ത. നമ്മുടെ വലിയ ഭാഗ്യമാണ് രണ്ട് തിരുമേനിമാരും ഒരുമിച്ചിരുന്ന ആ ഒരു സ്ഥലത്ത്. 90 വയസ്സ് തികയുന്ന ആ ഒരു ടൈമിന് വരാൻ പറ്റിയതിലാണ് ഏറ്റവും വലിയ സന്തോഷം. ഡയൽ കേരളയ്ക്കും ഒക്കെ ഒത്തിരി സന്തോഷമുണ്ട്. ശരിക്കും തിരുമേനിക്ക് ഇപ്പൊ നമുക്ക് പുതിയ തലമുറയോട് എന്താ പറയാനുള്ളത്? പുതിയ തലമുറയോട് ഈ മണ്ണെന്ന് പറയുന്നത് ഏറ്റവും അത്ഭുത വസ്തുവാണ്. മണ്ണ് ദൈവം മണ്ണുകൊണ്ടാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. ഈ മണ്ണിനോട് നമ്മൾ അനാദരവ് കാണിച്ചാൽ അതൊരു പാപമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമുക്ക് മണ്ണിൽ നിന്ന് കോടാനുകോടി വിഭവങ്ങൾ തലമുറകളായിട്ട് കിട്ടുന്നുണ്ട്. അത് നമ്മൾ അറിയുന്നില്ല. ഭക്ഷണത്തിന്, മരുന്നിന്, നമ്മുടെ സൗന്ദര്യത്തിന്, നമ്മുടെ പാർപ്പിടത്തിന് എല്ലാം വരുന്ന മരങ്ങൾ, മണ്ണും മരങ്ങളും, മണ്ണിൽ നിന്ന് ലഭിക്കുന്ന ഉൽപ്പന്നങ്ങൾ, അതിനൊക്കെ എണ്ണിയാൽ തീരത്തില്ലല്ലോ. അത് മനസ്സിലാക്കാതെ അതിനെ സംരക്ഷിക്കാൻ നമുക്ക് കഴിയുന്നില്ല. അത് വേല ചെയ്യാനും കഴിയുന്നില്ല. ആദാമിനും ഹവ്വായ്ക്കും കൊടുത്ത കൽപ്പന ഏദൻ തോട്ടത്തിൽ വേല ചെയ്യണമെന്നും അത് സൂക്ഷിക്കണമെന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും അത് ചെയ്തില്ല. അപ്പോൾ അനുസരണക്കേട് കാണിച്ചിട്ട് അവരെ അടിച്ച് പുറത്താക്കി. അപ്പം നമ്മളെ അടിച്ച് പുറത്താക്കിക്കൊണ്ടിരിക്കുക ഇപ്പോഴും. പുറത്താണ് നമ്മൾ. കാരണം ആ പരിധിയൊക്കെ പോയി നമ്മൾ ചെയ്യാൻ നമുക്ക് കഴിയുന്നില്ല, മനസ്സുമില്ല, മടിയന്മാരായിപ്പോയി. ആ ദൈവത്തിൻ്റെ കൽപ്പന പോലും അനുസരിക്കാതെ. പക്ഷെ അത് നമുക്ക് വലിയ അപകടമാണ്. നമ്മളെ തലമുറയ്ക്കും അടുത്ത തലമുറയ്ക്കും മനുഷ്യന് ജാതിക്ക് മുഴുവനും. അങ്ങനെ വരുമ്പോൾ ഇതിനെ സംരക്ഷിക്കാനും വിഷമുള്ളതിനെ നമുക്ക് അകറ്റി നിർത്താനും കഴിയണം. ഇത് ശുദ്ധമായി ഇതിനകത്ത് കയറുമ്പോൾ എല്ലാവരും പറഞ്ഞിട്ടുണ്ട് എനർജി, പോസിറ്റീവ് എനർജി കിട്ടുന്നുണ്ട്. അപ്പോൾ ഓക്സിജന്റെ കൂടുതൽ കൊണ്ടാണ്. ഈ വാക്കുകൾ എന്ന് പറഞ്ഞാല് ശരിക്കും നമ്മളൊരു പുസ്തകത്തിൽ എഴുതിയോ പ്രസംഗത്തിലൂടെ മാത്രമല്ല, ജീവിതത്തിൽ ഇത് തെളിയിച്ചതാണ്. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തെളിയിച്ചാണ്. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഇവിടെ വന്നാൽ തീർച്ചയായിട്ടും ഈ മരങ്ങളും ഇതെല്ലാം നേരിട്ട് കാണാൻ പറ്റും. തിരുമേനിയുടെ 90 വയസ്സാവുകയാണ്. അപ്പൊ ഡയൽ കേരളയ്ക്ക് ഒരു സന്തോഷമുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു ആദരവ് കൊടുക്കാനായിട്ട്. ശരിക്കും ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ എല്ലാ നല്ല പ്രവർത്തനങ്ങളും ഐശ്വര്യമായിട്ട് വരട്ടെ. പ്രകൃതിയെ സ്നേഹിക്കുന്നതും മണ്ണിനെ സ്നേഹിക്കുന്നതും നാളത്തേക്ക് ഇപ്പൊ നമ്മുടെ വരുന്ന തലമുറയ്ക്ക് വേണ്ടി കരുതി വെക്കുന്ന ഒരാളാണ്. അപ്പൊ ഇദ്ദേഹത്തെ പോലെ ഒരാളൊക്കെ എന്ന് പറയുന്നത് നമ്മുടെ ഡയൽ കേരള എന്ന് പറയുന്ന ഒരു ചാനല് ഇങ്ങനെ ഒരു ആദരവ് കൊടുത്തില്ലേ വലിയ നഷ്ടമാണ്. അപ്പൊ തീർച്ചയായിട്ടും പ്രജിനായാലും ഞാനായാലും പ്രകൃതിക്ക് വേണ്ടിയാണ് നമ്മുടെ ഈ ഒരു ചാനല്. ശരിക്കും 100 കണക്കിന് പ്രകൃതിയെ സ്നേഹിക്കുന്ന ആൾക്കാരെ നമ്മുടെ ഈ ചാനലിൽ കൂടെ മുമ്പിൽ കൊണ്ടുവന്നിട്ടുണ്ട്. കർഷകരായാലും അല്ലാതുള്ള രീതിയിലായാലും ഏതായാലും. അപ്പം ഇതേപോലുള്ള തിരുമേനിമാർ ഇനിയും വരണം. വന്നെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ പ്രകൃതിയെ സംരക്ഷിക്കാൻ പറ്റുന്നത്. തീർച്ചയായിട്ടും വലിയ സന്തോഷമുണ്ട് ഈ ഒരു അദ്ദേഹത്തിന്റെ മുമ്പിലൂടെ നിൽക്കാൻ, ഇങ്ങനെ ഒരു ആദരവ് കൊടുക്കാനുള്ളൊരു ഭാഗ്യം കിട്ടിയത്.